മാസ്റ്റർ കീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ CSEB നോട്ടിഫിക്കേഷനൊക്കെ വന്നു. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, എക്സാം പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ മാസ്റ്റർ കീ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ചിട്ടയായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ എക്സാം പ്രിപ്പറേഷൻസുകൾ തുടങ്ങുവാണ് നിങ്ങളോടൊപ്പം തന്നെ. അപ്പം എന്താണ്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്താലോ. ഇപ്പോൾ 2022 CSEB ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം തുടങ്ങിയാലോ, നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു രജിസ്റ്റർ എ വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പം എന്താണ് മിനിമം, എത്ര പേര് വേണം വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുവാൻ മിനിമം നമുക്ക് എത്ര പേര് വേണമെന്നുള്ളതാണ് ചോദ്യം അല്ലേ. എന്താണ് ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്, 50, 25, 10, 5. ഏതാണ് റൈറ്റ് ആൻസർ? ശ്രദ്ധിക്കണേ, ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്, വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുവാൻ എത്ര പേര് എന്നുള്ളതാണ് അല്ലേ. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. എത്രയാണ്? 10 പേരാണ് അല്ലേ. നമ്മൾ നോർമലി പഠിക്കുന്ന എന്താണ്, ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് എത്ര പേഴ്സൺസ് വേണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, 25 അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് 25 അല്ലേ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിന് നമുക്ക് തോന്നാം. അല്ല, ശ്രദ്ധിക്കണേ, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് തുടങ്ങാൻ 10 പേര് മതി. നോർമലി ഒരു സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 25 പേഴ്സൺസ് ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി എന്നുള്ളതാണ്. പക്ഷേ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ കേസിൽ ഒരു എക്സെപ്ഷൻ കേസ് പഠിച്ചോണേ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് തുടങ്ങുവാൻ 10 മെമ്പേഴ്സാണ് മിനിമം വേണ്ടത്. The dash implemented the Operation Flood program. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്തത് താഴെ പറയുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സഹായത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ആരുടെ അസിസ്റ്റൻസോടു കൂടിയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്തൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്? NCDC ഉണ്ട്, NCHF ഉണ്ട്, NDDB ഉണ്ട്, NCCT ഉണ്ട് അല്ലേ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അല്ലേ. ആരാണ്? നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ് അല്ലേ. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ അസിസ്റ്റൻസോടു കൂടിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഡാഷ് വാസ് റെക്കമെൻഡഡ് ബൈ സ്വാമിനാഥൻ കമ്മിറ്റി. ഏതാണ് സ്വാമിനാഥൻ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ താഴെ പറയുന്നതിൽ ഏതാണ്? ബേർഡ്, NCHF, അസ്ഥി, NCCT. സ്വാമിനാഥൻ കമ്മിറ്റി അല്ലേ. സ്വാമിനാഥൻ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് ഏതാണ്? NCCT ആണ് അല്ലേ. 1976 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എന്താണ്, NCCT റെക്കമെൻഡ് ചെയ്തത് ആരാണ്? സ്വാമിനാഥൻ കമ്മിറ്റിയാണ്. അപ്പോൾ ആൻസർ ഓർത്തിരിക്കുക, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെയിം ദ ഓൺലി വൺ ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരേ ഒരു ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നമുക്ക് കേരളത്തിലുള്ളത് അല്ലേ. ഏതാണ്? കാപ്പെക്സ് ആണോ, കോയിൻസ് ആണോ, SPCS ആണോ, കോസ്റ്റെക് ആണോ? ഏതാണ്? കോയിൻസ് അല്ലേ. ഇൻഷുറൻസ് സൊസൈറ്റി ഏതാണ്? കോയിൻസ് ആണ്. ദ ഓൺലി വൺ ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? കോയിൻസ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഫുൾ ഫോം ഓഫ് CMAS. എന്താണ് ഫുൾ ഫോം ഓഫ് CMAS? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽ അറേഞ്ച്മെൻറ്റ് സർവീസ് എന്നാണോ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് അഡ്വൈസറി സർവീസ് എന്നാണോ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽ അഡ്വാൻസ്ഡ് സർവീസ് എന്നാണോ, അതോ മാനേജ്മെൻറ്റ് അറേഞ്ച്മെൻ്റ് എന്നാണോ CMASൻ്റെ എക്സ്പാൻഷൻ? ഒന്ന് ശ്രദ്ധിക്കണേ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽ അഡ്വൈസറി സർവീസ് ആണ് CMASൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. എന്താണ്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽ അഡ്വൈസറി സർവീസ് ആണ് CMAS. CMAS ആരുടെ കീഴിലാണ് വരുന്നത്? ആരുമായി നമുക്ക് ബന്ധപ്പെടുത്താം? ഓർത്തോണേ, ICAയുടെ
ആയിട്ടുള്ള ഒരു എന്താണ് എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസറി സർവീസാണ് സീമാസ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ ഒരു വിങ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. സീമാസ് കണക്റ്റഡ് ടു ICA. ഡാഷ് ജനറൽ ബോഡി അഡ്മിറ്റ് മെമ്പേഴ്സ്. അടുത്ത ചോദ്യം എന്താണ്? ഏത് ജനറൽ ബോഡിക്കാണ് മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ നമ്മൾ ജനറൽ ബോഡികൾ ഏതൊക്കെ തരത്തിലുണ്ട്? മൊത്തത്തിൽ എത്ര തരത്തിലുള്ള ജനറൽ ബോഡികളുണ്ട്? 5 ടൈപ്സ് ഉണ്ട് അല്ലേ? 5 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ജനറൽ ബോഡി ഉണ്ട്, ആനുവൽ ജനറൽ ബോഡി ഉണ്ട്, സ്പെഷ്യൽ ജനറൽ ബോഡി ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഉണ്ട്, ദെൻ അവസാനത്തേതാ ലാസ്റ്റ് ജനറൽ ബോഡി ഉണ്ട് അല്ലേ? അങ്ങനെ 5 ടൈപ്പ് ജനറൽ ബോഡിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതിൽ ഏത് ജനറൽ ബോഡിക്കാണ് മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഏതാണ്? സ്പെഷ്യലാണോ, ഫസ്റ്റ് ആണോ, ലാസ്റ്റ് ആണോ, അതോ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിക്കാണോ? റൈറ്റ് ആൻസർ ഏതാണ്? അതെ, ഫസ്റ്റ് ജനറൽ ബോഡിക്കാണ് മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. ഫസ്റ്റ് ജനറൽ ബോഡിക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു റൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രിവിലേജ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഫസ്റ്റ് ജനറൽ ബോഡി. ഫസ്റ്റ് ജനറൽ ബോഡി can admit members. According to Rule 15 of KCS Act, a society is classified on the basis of its റൂള് 15 KCS ആക്ട് 1969 റൂള് 15 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൂൾ 15 പ്രകാരം സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ പൊസിഷൻസിൻ്റെ ബേസിലാണോ, അതോ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിലാണോ, പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിലാണോ, അല്ലെങ്കിൽ സൊസൈറ്റികളുടെ പെർഫോമൻസിൻ്റെ ബേസിലാണോ നമ്മൾ അവയെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഏതിൻ്റെ ബേസിലാണ്? യെസ്, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. പ്രിൻസിപ്പൽ ഒബ്ജക്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ സൊസൈറ്റീസിനെ റൂൾ 15 പ്രകാരം ക്ലാസിഫൈ ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. The Chief Executive of the State Cooperative Union, SCU. SCUവിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആരെന്നുള്ളതാണ് ചോദ്യം അല്ലേ? 1970 നിലവിൽ വന്ന എന്താണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഇവിടെ? അഡീഷണൽ രജിസ്റ്റർ ഉണ്ട്, ഡെപ്യൂട്ടി രജിസ്റ്റർ ഉണ്ട്, അസിസ്റ്റൻറ്റ് രജിസ്റ്റർ ഉണ്ട്, ജോയിൻറ്റ് രജിസ്റ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് ചീഫ് എക്സിക്യൂട്ടീവ് പൊസിഷനിൽ വരുന്ന ആരാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഒരു ഡൗട്ടും ഇല്ല അല്ലേ? ഏതാണ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അഡീഷണൽ രജിസ്റ്റർ ആണ് അല്ലേ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ റിട്ടേണിംഗ് ഓഫീസറും അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് അഥവാ സെക്രട്ടറിയും ആര് തന്നെയാണ്? അഡീഷണൽ രജിസ്റ്റർ തന്നെയാണ്. നമുക്കത് ഒരേപോലെ പഠിക്കാം അല്ലേ? വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കി വെക്കാം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്നാണ് 1970 നിലവിൽ വന്നത്. ഡാഷ് കണ്ടക്ട് ദ എലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. ഇപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ജനറൽ ബോഡി പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തു അല്ലേ? റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ് ചോദ്യം. രജിസ്ട്രാർ ഉണ്ട്, മാനേജിംഗ് കമ്മിറ്റി ഉണ്ട്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അതുപോലെ അപ്പെക്സ് ഫെഡറേഷൻ ഉണ്ട്. ഏതാണ് നമുക്കിതിൽ നമുക്ക് ശരി ഉത്തരമായിട്ട് കൊടുക്കാം? ഏത് കൊടുക്കാം? അതെ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതാണ്? റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ അതിന് മാനേജിംഗ് കമ്മിറ്റി ആണോ തിരഞ്ഞെടുക്കുന്നതെന്നൊരു സംശയം തോന്നിയേക്കാം. ഇനി അങ്ങനെ ഒരു സംശയം തോന്നരുത്. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആര് തന്നെയാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷനാണ്. എവിടെയാണ്? സെക്ഷൻ 28 ബി പ്രകാരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. Past performance of a cooperative society shall be evaluated on the basis of its.
ഒരു സൊസൈറ്റിയുടെ പാസ്റ്റ് പെർഫോമൻസ് എങ്ങനെയാണ്, ആ സൊസൈറ്റിയുടെ വർക്കിംഗ് നല്ല രീതിയിലാണോ അല്ലെങ്കിൽ അതിൽ ഡെവലപ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത് രീതിയിൽ എന്ത് ക്രൈറ്റീരിയയുടെ ബേസിലാണ് നമ്മൾ അവയെ മെഷർ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? പാസ്റ്റ് പെർഫോമൻസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി ഇവാലുവേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് എങ്ങനെയാണ് അവരുടെ പ്രോഫിറ്റ്, കഴിഞ്ഞ വർഷങ്ങളിൽ അവരെത്രയാണ് പ്രോഫിറ്റ് നേടിയെന്നുള്ളതിൻ്റെ ബേസിലാണോ, അല്ലെങ്കിൽ ഡിവിഡൻഡ് എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു മെമ്പേഴ്സിന് അതിൻ്റെ ബേസിലാണോ, വർക്കിംഗ് ക്യാപിറ്റൽ എത്രയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ അതിൻ്റെ ബേസിലാണോ, ദെൻ ലാസ്റ്റ് എന്താണ് വോളിയൂം ഓഫ് റിസർവ് ഫണ്ട് ഓഫ് ദ സൊസൈറ്റി, അവർക്ക് ഓരോ വർഷവും എത്ര എമൗണ്ടോളം അവർക്ക് റിസർവ് കീപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൻ്റെ ബേസിലാണോ, ഏതിൻ്റെ ബേസിലാണ്? ഒരു ഡൗട്ടും വേണ്ട, വോളിയൂം ഓഫ് റിസർവ് ഫണ്ട് ഓഫ് ദ സൊസൈറ്റി. വർക്കിംഗ് ക്യാപിറ്റലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് നേടിയിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം നമുക്കത് റിസർവിലോട്ട് വയ്ക്കാൻ പറ്റി എന്നുള്ളതാണ് സക്സസ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ പ്രോഫിറ്റബിലിറ്റി പറയാൻ പറ്റത്തില്ല. സോ ദ ആപ്റ്റ് ആൻസർ ഇവിടെ എന്താണ്? വോളിയൂം ഓഫ് റിസർവ് ഫണ്ട് ഓഫ് ദ സൊസൈറ്റി. പാസ്റ്റ് ഇയേഴ്സിൽ ഉള്ള റിസർവ് ഫണ്ടിൻ്റെ ബേസിലാണ് സൊസൈറ്റിയുടെ ഒരു പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. Normally, the chief executive of the society shall keep election material for a period of അല്ലേ, എലക്ഷൻ മെറ്റീരിയൽസ് ചീഫ് എക്സിക്യൂട്ടീവ് എലക്ഷൻ കഴിഞ്ഞു അതുമായി ബേസ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സുകളും ഡോക്യുമെൻറ്റ്സുകളും എല്ലാം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ ആക്ട് കഴിഞ്ഞാൽ ഉടനെ അത് എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്പോസ് ചെയ്യാൻ പാടില്ല. അത് മിനിമം എത്ര ഇയർ അല്ലെങ്കിൽ എത്ര മന്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ സൊസൈറ്റിയിൽ കൺസേൺഡ് ബാങ്കിലോ സൊസൈറ്റിയിലോ സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. So the chief executive of this society shall keep the election material for a period of 3 months. എത്ര മാസം വരെ നമ്മളത് കീപ്പ് ചെയ്യണം നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ബാങ്കിൽ? എത്ര മാസം വരെ കീപ്പ് ചെയ്യണം? 3 മാസം വരെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. മിനിമം 3 months നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കണം, അത് സൂക്ഷിച്ചിരിക്കണം. അപ്പോൾ നോർമലി ചീഫ് എക്സിക്യൂട്ടീവ് ഇലക്ഷൻ മെറ്റീരിയൽസ് എത്ര മാസം? 3 months ആണ് എന്ത് ചെയ്യേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത് അണ്ടർ ഹിസ് കസ്റ്റഡി. Audit fee of primary credit society calculated on the basis of audit fee അല്ലേ. ഓഡിറ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് KCS ആക്റ്റിൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഓഡിറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സെക്ഷനും ബേസ് ചെയ്തിട്ടുള്ള റൂളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കണം. അതിൽ എക്സംഷൻ കേസസുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. വളരെ ചാൻസ് കൂടുതലാണ്, ആ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്താണ്, അതുമായി ബന്ധപ്പെട്ട് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികൾ നമുക്കറിയാം ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? എല്ലാ സൊസൈറ്റികളും ഒരേ ബേസിസിലാണ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അല്ല. എല്ലാ സൊസൈറ്റികളും ഒരേ രീതിയിലുള്ള വർക്കിങ്ങിലാണോ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള പ്രിൻസിപ്പൽ ഒബ്ജക്റ്റിലാണോ പ്രവർത്തിക്കുന്നത്? അല്ല. നമുക്ക് പല ടൈപ്പ് ക്രെഡിറ്റ് ഉണ്ട്, നോൺ ക്രെഡിറ്റ് ഉണ്ട്, കൺസ്യൂമർ സൊസൈറ്റികളുണ്ട്, ട്രാൻസ്പോർട്ട് സൊസൈറ്റികളുണ്ട്, വനിതാ കോപ്പറേറ്റീവ്സുകളുണ്ട്. അപ്പോൾ പല ടൈപ്പ് സൊസൈറ്റികൾ നമുക്ക് നിലവിലുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ടൈപ്പും ഓരോ ബേസിസിലാണ് നമ്മളതിൻ്റെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചോദ്യം പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികൾ അവരുടെ ഓഡിറ്റ് ഫീ എന്തിൻ്റെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ, ഗ്രോസ് ഇൻകം, ഏതിൻ്റെ ബേസിലാണ്? ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ ഡി വർക്കിംഗ് ക്യാപിറ്റൽ. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികൾ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നുള്ളത്, ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം, വർക്കിംഗ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ചോദ്യം എന്താണ്? KCS ആക്റ്റിൽ സെക്ഷൻ 57B കേട്ടോ. KCS ആക്റ്റിൽ 57Bയിൽ എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്? KCS ആക്ട് സെക്ഷൻ 57B ഡീൽസ് വിത്ത് പെൻഷൻ സ്കീമാണോ, ഗ്രാറ്റുവിറ്റി ആണോ, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമാണോ, പ്രോവിഡന്റ് ഫണ്ട് സ്കീമാണോ? ഏതാണ് 57B? സെക്ഷൻ 57 എന്താണ് പറയുന്നത്? സെക്ഷൻ 57 എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്സ് ആണ് അല്ലേ. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്സിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 57 പറയുന്നത്. 57
ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഫണ്ട്സ്. 56 നമ്മൾ ഡിസ്പോസൽ ഓഫ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റിനെ എങ്ങനെ ഡിസ്പോസൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യുന്നു. റിസർവ് ഫണ്ടിലോട്ട് എത്ര, മെമ്പർ റിലീഫിലോട്ട് എത്ര, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷനിലോട്ട് എത്ര, അല്ലേ? അതിനുള്ള നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള റിസർവുകൾ എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മളവിടെ പഠിക്കുന്നു. ദെൻ അടുത്ത സെക്ഷൻ എന്താ പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സിനെ പറ്റിയിട്ടാണ്. അതിൽ നമ്മൾ മെയിനായിട്ട് 57A, 57B, 57C, 57D, പുതിയ അമെൻമെൻറ്റ് പ്രകാരം 57E റിവൈവൽ ഫണ്ടിനെ പറ്റിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് പ്രകാരം ഒരു സെക്ഷനും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, അല്ലേ? 57E റിവൈവൽ, കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ടും കൂടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പുതിയതാണ്, ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരം വന്നതാണ്, അല്ലേ? മുന്നേ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? ഈ 4 പേരുമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സിൽ. എക്സാമിന് എപ്പോഴും ഉണ്ടല്ലോ, വളരെ CSEBക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണെന്ന് കരുതിക്കൊള്ളുക. എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഇതിൽ നിന്നൊരു ചോദ്യം വരാറുണ്ട്. 57D എന്താണ്, C എന്താണ്, B എന്താണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം നമുക്കിനി അത് തെറ്റാതെ ഒന്ന് പഠിച്ചാലോ? നോക്കാം. 57 നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു, അല്ലേ? അത് ക്ലിയർ അല്ലേ? ഇനി 57A എന്നറിയാവോ? കോപ്പറേറ്റീവ് വെൽഫെയർ ഫണ്ടാണ്. വെൽഫെയർ ഫണ്ടിനെ പറ്റിയിട്ടാണ് 57Aയിൽ പറയുന്നത്. വെൽഫെയർ ഫണ്ടിനെ പറ്റിയിട്ടാണ്. ബിയിൽ എന്താ പറയുന്നത്? ബിയിലാണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം പറയുന്നത്. ബി എന്താണ്? ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. സിയും ഡിയും പഠിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കതിൻ്റെ കണക്ട് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ പഠിക്കാം. നോക്കാം. 57C എന്താണ്? കൺസോർഷ്യം ലെൻഡിങ് സ്കീമാണ്. എന്താണ്? കൺസോർഷ്യം. C4 എന്താണ്? C4 കൺസോർഷ്യം. നമുക്ക് ആ കറക്റ്റ് വേർഡ് അതുമായിട്ട് എന്ത് ചെയ്യാം? ലിങ്ക് ചെയ്തങ്ങ് പഠിച്ചേക്കാം. 57C എന്താണ്? കൺസോർഷ്യം ലെൻഡിങ് സ്കീമാണ്. ഓക്കെ അല്ലേ? ദെൻ 57D എന്താണ്? റിസ്ക് ഫണ്ടാണ്. കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ടിനെ പറ്റി പറയുന്ന ഏതാണ്? റിസ്ക് ഫണ്ട്. ആ ഫണ്ട് ബേസിൽ അങ്ങ് റിസ്ക് ഫണ്ട് മാറിപ്പോവരുത്. മുന്നേ നമുക്ക് ഫണ്ട് എളുപ്പത്തിൽ റിസ്ക് ഫണ്ട് പഠിക്കായിരുന്നു. അപ്പോൾ ഒരു സെക്ഷനും കൂടെ ഈ വന്നിട്ടുണ്ട്, അത് റിവൈവൽ ഫണ്ടാണ്. അപ്പോൾ റിസ്ക് ഫണ്ട് കഴിഞ്ഞിട്ടാണ് ഈയിലാണ് റിവൈവൽ ഫണ്ടിനെ പറ്റി പറയുന്നത് കേട്ടോ. ഒന്ന് ഓർത്തോണേ. അപ്പോൾ ക്ലിയർ അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനി 57ABCDE ചോദിച്ചാൽ നമുക്കിനി തെറ്റത്തേയില്ല. ഒന്നും കൂടെ നോക്കിയാലോ. എ എന്താണ്? കോപ്പറേറ്റീവ് വെൽഫെയർ ഫണ്ടാണ്. ബി ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമാണ്. C4 കൺസോർഷ്യം ലെൻഡിങ് സ്കീം. ആൻഡ് ഡി എന്താണ്? കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ടാണ്. ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരം വന്ന പുതിയ ഫണ്ട് ഏതാണ്? 57E പ്രകാരം റിവൈവൽ ഫണ്ടാണ്. ഓക്കെ അല്ലേ? ഫണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അതിന് മുന്നേ നമുക്കിതിൻ്റെ ആൻസർ ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും, എന്നാലും ഞാൻ ഒന്നും കൂടി മാർക്ക് ചെയ്യുന്നു. സോ 57B ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ഓക്കെ, Dash shall be the conclusive evidence of the registration of a cooperative society. അപ്പോൾ ചോദ്യം എന്താണ്? ഒരു സൊസൈറ്റിയുടെ എന്താണ് കൺക്ലൂസീവ് എവിഡൻസ്, എന്ത് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു കൺക്ലൂസീവ് എവിഡൻസ് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ അല്ലേ? ഇപ്പോഴേ നിങ്ങൾക്കതിൻ്റെ ആൻസർ മനസ്സിൽ വന്നില്ലേ? നമുക്ക് നോക്കാം. രജിസ്റ്റേർഡ് ബൈലോയും ഒരു എവിഡൻസ് അല്ലേ? ആണോ? നോക്കാം. രജിസ്റ്റേർഡ് ഓഫീസ് നമുക്കത് ക്യാൻസൽ ചെയ്യാം അല്ലേ? രജിസ്റ്റേർഡ് ഓഫീസ് നമുക്ക് ഉറപ്പായിട്ടും അല്ല. സീൽ കളക്റ്റഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ സൊസൈറ്റി ഷുഡ് ബി, നോ ചാൻസ് അല്ലേ? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പം എന്താണ് ആൻസർ? എന്താണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്ത് തന്നെയാണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തന്നെയാണ് അല്ലേ? ബൈലോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ ഏതാ? എന്തിൻ്റെ ബേസിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? ബൈലോയുടെ ബേസിലാണ് പ്രവർത്തിക്കുന്നത്. സോ കൺക്ലൂസീവ് എവിഡൻസ് എന്ന് ചോദിക്കുമ്പോൾ ബൈലോയിലോട്ട് ചെറിയൊരു ചായ്വ് നമുക്ക് തോന്നരുത്. എന്താണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. The share money collected for the formation of a new society should be deposited in bank within. നമ്മൾ ഒരു പുതിയ സൊസൈറ്റി ഷെയർ മണി കളക്ട് ചെയ്യുന്നു.
നമ്മൾ സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്കിനെ സംബന്ധിച്ച് ഈ ഷെയർ മണി ഉണ്ടല്ലോ, നമുക്ക് സൊസൈറ്റിയിൽ അങ്ങ് മുന്നോട്ട് ഒത്തിരി കാലം നമ്മുടെ കയ്യിൽ വെച്ച് സൂക്ഷിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാഷ് ആണെങ്കിലും ശരി, ഒരു 25,000 കൂടുതൽ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് റൂള്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പുതിയ സൊസൈറ്റി കളക്ട് ചെയ്തിട്ടുള്ള ഷെയർ മണി നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു ഫിനാൻസിങ് ബാങ്ക് ഉണ്ടായിരിക്കും കേട്ടോ, ഫിനാൻസിങ് ബാങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫിനാൻസിങ് ബാങ്കിൽ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ നമ്മളത് എന്ത് ചെയ്തിരിക്കണം, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എത്ര ദിവസത്തിനുള്ളിൽ ഈ കളക്ട് ചെയ്ത ഷെയർ മണി നമ്മൾ ആ കൺസേൺഡ് ഫിനാൻസിങ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. 7 ദിവസമാണോ, 14 ദിവസമാണോ, അതോ വിത്തിൻ 2 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണോ, അതോ 1 ഇയറിനകത്ത് നമുക്കത് എന്ത് ചെയ്താൽ മതി, ഡെപ്പോസിറ്റ് ചെയ്താൽ മതിയോ? അപ്പോൾ 1 ഇയറൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാം, എന്തായാലും 1 ഇയറൊന്നും ആയിരിക്കത്തില്ല അല്ലേ. അപ്പോൾ ഓർത്തോളണേ, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ. 14 ദിവസത്തിനുള്ളിൽ നമ്മുടെ കൺസേൺഡ് ഫിനാൻസിങ് ബാങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. If a member acted against the interest of the society, he shall be expelled by. എപ്പോഴാണ് നമ്മൾ ഒരു മെമ്പറിനെ എക്സ്പെൽ ചെയ്ത് കളയുന്നത്? എക്സ്പെൽ ചെയ്യുന്ന എപ്പോഴാണ്? ആ ഒരു മെമ്പർ സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അയാളെ പുറത്താക്കുന്നത്. സെക്ഷൻ 17 റൂൾ 18 എക്സ്പൾഷൻ്റെ സെക്ഷനും റൂളും എക്സാമിന് ചോദിച്ചിട്ടുണ്ടേ കേട്ടോ. അപ്പോൾ സെക്ഷൻ 17 എക്സ്പൾഷൻ്റെ സെക്ഷൻ്റെ തൊട്ടടുത്ത അതിൻ്റെ റൂൾ എന്നങ്ങ് പഠിച്ചു വെക്കുക. സെക്ഷൻ 17 റൂൾ 18 എക്സ്പൾഷനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചോദ്യം ഇതാണോ, സെക്ഷൻ ആണോ? അല്ല. നമ്മുടെ ചോദ്യം എന്താണ്, ഈ എക്സ്പെൽ ചെയ്യുന്ന അതോറിറ്റി ആരെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മെമ്പറിനെ എക്സ്പെൽ ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റി ആണോ, ജനറൽ ബോഡി ആണോ, പിന്നെ നമുക്ക് ഓപ്ഷനിൽ ആരൊക്കെയുണ്ട്, പ്രസിഡൻ്റ് ആണോ, ചീഫ് എക്സിക്യൂട്ടീവ് ആണോ, അല്ലേ? ആരാണ് എക്സ്പെൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആൻസർ എന്താണ്? ജനറൽ ബോഡിയാണ് എക്സ്പെൽ ചെയ്യുന്നത്. എക്സ്പൾഷൻ ഡൺ ബൈ ആരാണ്? ജനറൽ ബോഡിയാണ്. ഇനി ജനറൽ ബോഡി എന്ന് പറയുമ്പോഴേ നമ്മൾ പഠിച്ചു 5 ടൈപ്പ് ജനറൽ ബോഡി ഉണ്ട്. ഇതിൽ ഏത് ജനറൽ ബോഡിയാണ് എന്താണ് എക്സ്പെൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആരാണ്? സ്പെഷ്യൽ ജനറൽ ബോഡി. ഇപ്പോൾ ഇനിയിപ്പോൾ ഓപ്ഷനിൽ അങ്ങനെ ആവാം ചോദിക്കുന്നത്, റെപ്രസെൻറ്റേറ്റീവ് ആണോ, ഫസ്റ്റ് ജനറൽ ബോഡി ആണോ, ലാസ്റ്റ് ജനറൽ ബോഡി ആണോ, ആനുവൽ ജനറൽ ബോഡി ആണോ എക്സ്പെൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വിതൗട്ട് എനി ഡൗട്ട് പറയുക ഏതാണ്? സ്പെഷ്യൽ ജനറൽ ബോഡിക്കാണ് അതിനുള്ള റൈറ്റ് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ സെക്ഷൻ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റൂള്, സെക്ഷൻ, ആരാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ജനറൽ ബോഡിയാണ് എന്നുള്ളതൊക്കെ നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. The liability of a past member shall be continue for a period of dash from the date on which he ceased to be a member. Liability of a past member അല്ലേ? അയാൾ ആ മെമ്പർഷിപ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ എത്ര വർഷം വരെ ആ ഒരു ലൈബിലിറ്റി അവിടെ നിലനിൽക്കും? ലൈബിലിറ്റി ഓഫ് എ പാസ്റ്റ് മെമ്പർ എത്ര വർഷം വരെ ആയിരിക്കും, അല്ലെങ്കിൽ എത്ര മാസമോ അല്ലെങ്കിൽ എത്ര വർഷം വരെ ആയിരിക്കും അതവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അല്ലേ? 60 ഡേയ്സ് ഉണ്ട്, 3 ഇയർ ഉണ്ട്, 1 ഇയർ ഉണ്ട്, 90 ഡേയ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? 3 വർഷമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നും, അയ്യോ 2 വർഷമല്ലേ? മാറി. നമ്മുടെ ലേറ്റസ്റ്റ് അമെൻമെൻറ്റിൽ ചെറിയൊരു മാറ്റം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാര്യത്തിലും വരുത്തിയിട്ടുണ്ട്. മുന്നേ എത്രയായിരുന്നു? 2 ഇയർ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എത്രയാക്കി? 3 വർഷമാക്കി കേട്ടോ. 3 ഇയേഴ്സാണ് അവരുടെ ലയബിലിറ്റി. പാസ്റ്റ് മെമ്പറിൻ്റെ ലയബിലിറ്റി എത്ര വർഷം നിലനിൽക്കും? 3 വർഷം കേട്ടോ. The liability of a past member shall continue for the period of 3 years from the date on which he ceased to be a member. ഓക്കെ, അപ്പം നമുക്ക് അമെൻമെൻറ്റ് ഉൾപ്പെട്ടിട്ടുണ്ട്. CSEB വരുന്ന എക്സാമുകൾക്ക് അമെൻമെൻറ്റ് ചേർത്തിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ അമെൻമെൻറ്റൊക്കെ കൃത്യമായിട്ട് പുതിയ ഡെഫിനിഷനുകളും സെക്ഷനുകൾ ഏതൊക്കെ ആഡ് ചെയ്തു, അതുപോലെ തന്നെ രജിസ്ട്രേഷനും ഓഡിറ്റിങ്ങിലും ഒക്കെ മാറ്റങ്ങളുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. നമുക്കതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ഉടനെ ഉണ്ടാവും. ഓക്കെ, if there is no paid secretary, the duty to arrange to keep cash balance
ഈസ് വെസ്റ്റഡ് വിത്ത്. ഇപ്പം നോർമലി നമുക്കറിയാം ഒരു പെയ്ഡ് സെക്രട്ടറി ഉണ്ടെങ്കിൽ അല്ലേ, പെയ്ഡ് സെക്രട്ടറി ഉണ്ടെങ്കിൽ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളും ക്യാഷും എല്ലാം ആരുടെ കസ്റ്റഡിയിലായിരിക്കും? മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ അഥവാ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ അത്തരത്തിലൊരു പെയ്ഡ് സെക്രട്ടറി ഇല്ല എങ്കിൽ കേട്ടോ, സൊസൈറ്റിക്ക് അങ്ങനെ ഒരു പെയ്ഡ് സെക്രട്ടറി ഇല്ല എങ്കിൽ ആ ഒരു ഡ്യൂട്ടി, ക്യാഷ് ബാലൻസ്, ഇവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പറയുന്നില്ല, ക്യാഷ് ബാലൻസ് മാത്രമേ സ്പെസിഫൈ ചെയ്ത് പറയുന്നുള്ളൂ. ക്യാഷ് ബാലൻസ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പെയ്ഡ് സെക്രട്ടറിയുടെ അഭാവത്തിൽ ആരായിരിക്കണം ആ ഡ്യൂട്ടി ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. പ്രസിഡൻ്റ് ഉണ്ട്, മാനേജിങ് കമ്മിറ്റി മെമ്പറിനെ ഏൽപ്പിക്കാമോ? സെയിൽ ഓഫീസർ ഉണ്ടോ? ഓഡിറ്ററിനാണോ? അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ക്യാഷ് ബാലൻസ് നമ്മൾ ഓഡിറ്ററിനെയോ സെയിൽ ഓഫീസറിനെയോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബോധിപ്പിക്കുമോ? ഇല്ല. ആരായിരിക്കും? ആൻസർ എന്താണ്? പ്രസിഡന്റ് കേട്ടോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The period of managing committee of a cooperative society shall be 5 years from the date of. അപ്പം നമുക്കറിയാം ഒരു മാനേജിങ് കമ്മിറ്റി, ഒരു ഇലക്ഷൻ വന്നു, ഒരു പുതിയൊരു ബോർഡ് അവിടെ വന്നു, അവരുടെ ഒരു ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് 5 വർഷമാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ? 5 വർഷമാണ്. ഈ 5 വർഷം എന്ന് പറയുന്നത് എന്ന് മുതലാണ് ആ ഒരു 5 ഇയർ നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത് എന്നുള്ളതാണ് ചോദ്യം അല്ലേ? ഇലക്ഷൻ സമയം മുതലാണോ? പുതിയ കമ്മിറ്റി എലക്ട് ചെയ്തത് മുതലാണോ? എങ്ങനെയാണ്? ഇലക്ഷൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തത് മുതലാണോ? അല്ലേ? അപ്പോൾ നമ്മളൊരു കമ്മിറ്റി സ്റ്റാർട്ട് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കമ്മിറ്റിയുടെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് 60 ദിവസം മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കണം കേട്ടോ. 16 days പ്രയർ ടു ദ ഇലക്ഷൻ. നമ്മൾ അതിന് ശേഷം ആ ഒരു 60 daysന് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യത്തില്ല? പുതിയ മെമ്പേഴ്സിനെ ഒന്നും നമ്മൾ അഡ്മിറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊസീജിയർ ഇലക്ഷൻ എന്ന് പറയുന്നത് അത്രത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു 5 years നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എന്ന് മുതലാണ്? ഇലക്ഷൻ ടു ദ കമ്മിറ്റി ആണോ? അതോ ടേക്കൺ ചാർജ് എടുത്തതിന് ശേഷമാണോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എക്സ്പയറി പീരീഡ് കഴിയുന്ന ആ ഒരു ടൈം തൊട്ടാണോ നമ്മൾ അടുത്ത മാനേജിങ് കമ്മിറ്റിയുടെ ടൈം ഓഫ് ഓഫീസ് കൗണ്ട് ചെയ്യുന്നത്? ഇലക്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്തതിന് ശേഷം ആ ബോർഡ് നിലവിൽ വരുന്നു എന്നുള്ളതാണോ അതിൻ്റെ ഒരു മീനിങ്? എന്താണ്? ശരിക്കും നമുക്ക് കോമൺ സെൻസ് ചിന്തിച്ചാൽ മതി അല്ലേ? എന്താണ് എലക്ഷൻ ടു ദ കമ്മിറ്റി? ശരിക്കും ആ ഒരു കമ്മിറ്റി എലക്ട് ചെയ്ത് കമ്മിറ്റി നിലവിൽ വരുന്നത് തൊട്ടാണ്, അല്ലാതെ എലക്ഷൻ്റെ എക്സ്പയറി ഡേറ്റോ അല്ലെങ്കിൽ അത് ചാർജ് ചെയ്തതിൻ്റെ ബേസിലോ ഒന്നുമല്ല. എന്താണ്? എലക്ഷൻ ടു ദാറ്റ് കമ്മിറ്റി, അന്ന് മുതലാണ് നമ്മൾ 5 year കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഡാഷ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് സർചാർജ്. ഡാഷ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് സർചാർജ്. സെക്ഷൻ 68 സർചാർജിനെ പറ്റി പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ മെമ്പേഴ്സ് എന്തെങ്കിലും ഒരു മിസ്അപ്രോപ്രിയേഷൻ സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സർചാർജ് ചെയ്യപ്പെടുന്നത് അല്ലേ? സെക്ഷൻ 68 അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, ഒരു സർചാർജ് വരുവാണ് സെക്ഷൻ 68 പ്രകാരം, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതിന് മുന്നോടിയായിട്ട് ആദ്യം എന്താണ് നടക്കുന്നത്? ഓഡിറ്റ് ആണോ? ഓഡിറ്റ് നടത്തിയാണോ നമ്മൾ തെളിയിക്കുന്നത്? നോക്കാം. ഇൻസ്പെക്ഷൻ ആണോ? സൂപ്പർവിഷൻ ആണോ? അതോ എൻക്വയറി ആണോ? എന്താണ്? നമുക്കൊരു ഡൗട്ട് വരും അല്ലേ ഇവിടെ. ഈ എൻക്വയറി ആണോ അതോ സൂപ്പർവിഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? സൂപ്പർവിഷൻ അല്ല. പക്ഷേ ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, എൻക്വയറി എന്ന് പറയുമ്പോൾ എല്ലാം നമ്മളുടെ സൊസൈറ്റിയുടെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതൊരു കണ്ടെത്തലാണ് അല്ലേ? അപ്പോൾ അത് മൂന്നും നമുക്ക് ഉള്ളിലൊരു ഡൗട്ട് വരാം അല്ലേ? ഇനി ഡൗട്ട് വരണ്ട. സർചാർജിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചോദിച്ചാൽ വേറെ ഒന്നിലോട്ടും ആലോചിക്കരുത്, എൻക്വയറി ആണ് അല്ലേ? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാളൊരു തെറ്റ് ചെയ്തോ ഇല്ലയോ നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തിയാലേ അതിന്മേലുള്ള പണിഷ്മെൻറ്റും പെനാൽറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അയാൾമേൽ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ പറയുവാണ് അയാൾ എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ കാണിച്ചു, എഗെയിൻസ്റ്റ് ആയിട്ട് സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കിത് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം? അതിന് തെളിവ് വേണം അല്ലേ? അപ്പോൾ തെളിവിന് നമ്മൾ എന്താ ചെയ്യാറ്? എൻക്വയറി നടത്തണം കേട്ടോ. എൻക്വയറിയിലൂടെ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? തെളിയിക്കാൻ പറ്റുള്ളൂ. ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സർചാർജ് ചെയ്ത വ്യക്തി നമുക്ക് എന്താണ് അതിനെപ്പറ്റി അന്വേഷിക്കാനോ അത് പ്രൂവ് ചെയ്യാനോ ഒന്നുമല്ല ഓഡിറ്റ് നടത്തുന്നത്. ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുക, ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് അല്ലേ? ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് വിത്തൗട്ട് പ്രയർ നോട്ടീസിൽ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യുവാണ്?
ഇൻസ്പെക്ടർ ചെക്ക് ചെയ്യുവാണ് നമ്മളെല്ലാം ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളെല്ലാം പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, നമ്മുടെ വർക്കിംഗ് എങ്ങനെയാണ്, നമ്മുടെ ക്യാഷ് ബാലൻസ് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള പ്രത്യേകിച്ചൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമല്ല ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നു എന്ന് അതിൻ്റെ അർത്ഥം അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്നുള്ളതല്ല. പ്രോബ്ലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യാം, ഏത് ടൈം എപ്പോൾ വേണോ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യാം, ഇൻസ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സർചാർജിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യുക, നമ്മളിവിടെ കണ്ടെത്തുവാണ് അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടെത്തുവാണ് അല്ലേ. അപ്പോൾ എൻക്വയറിയാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. Vigilance officer appointed as per section 68A of KCS Act is under the administrative control of Vigilance officer. സെക്ഷൻ 68A ഓഫ് KCS ആക്ട് 1969 ആരെ പറ്റി പറയുന്നത്, വിജിലൻസ് ഓഫീസറിനെ പറ്റി പറയുന്നത് അല്ലേ. അപ്പോൾ ഈ വിജിലൻസ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്, വിജിലൻസ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്, മറക്കരുത്, ഗവൺമെൻറ് ആണ്. വിജിലൻസ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്, ഗവൺമെൻറ് ആണ്. നമ്മുടെ ചോദ്യം എന്താണ്, വിജിലൻസ് ഓഫീസർ സെക്ഷൻ 68A ഓഫ് ദ KCS ആക്ട് ഈസ് അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളോ. വിജിലൻസ് ഓഫീസർ ആരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ആരാണ്, ഗവൺമെൻറ് ആണ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആരാണ്, അതും ഗവൺമെൻറ് തന്നെയാണോ, ട്രിബ്യൂണൽ ആണോ, രജിസ്റ്റർ ആണോ, ദെൻ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ കീഴിലാണോ അവർ പ്രവർത്തിക്കേണ്ടത്. ആൻസർ എന്താണ്, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, രജിസ്ട്രാർ. രജിസ്ട്രാറിൻ്റെ കീഴിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് വിജിലൻസ് ഓഫീസർ. ആരുടെ കീഴിലാണ്, രജിസ്ട്രാർ ആണ്. ഓക്കെ, അപ്പോൾ വിജിലൻസ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണെങ്കിലും ഹീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് രജിസ്ട്രാർ. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ അപ്പോയിൻറ്റിംഗ് വിജിലൻസ് ഓഫീസറിന് അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഏതെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു മറ്റൊരു ചോദ്യമാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ കേട്ടോ. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ 69A പ്രകാരമുള്ള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ എന്താണ് അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയും അതുപോലെ അത് ആരുടെ കൺട്രോളിലാണ് വരുന്നതെന്നുള്ളതും ചോദിക്കാറുണ്ട്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ കേസ് പഠിക്കുമ്പോൾ നിങ്ങൾ ആരെ മാത്രം പഠിച്ചാൽ മതി, ഗവൺമെൻറ്റിനെ മാത്രം പഠിച്ചാൽ മതി. എന്താണ് അവിടെ അത് അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയും ഗവൺമെൻറ് തന്നെയാണ്, അതുപോലെ അവർ വർക്ക് അണ്ടർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളും ആരുടെ കീഴിൽ തന്നെയാണ്, ഗവൺമെൻറ് കീഴിൽ തന്നെയാണത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വിജിലൻസ് ഓഫീസറിൻ്റെ കേസിൽ മാത്രം ഈ ഒരു കാര്യം ഓർക്കുക, വളരെ പ്രധാനപ്പെട്ടുള്ള ചോദ്യമാണ്. ഈ ഓംബുഡ്സ്മാൻ്റെ ബേസിൽ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളും ആര് തന്നെയാണ്, ഗവൺമെൻറ് തന്നെയാണ്. ഓക്കെ, പക്ഷേ വിജിലൻസ് ഓഫീസറിൻ്റെ കേസിൽ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഗവൺമെൻറ്റും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആരുടെ കീഴിലാണ്, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് രജിസ്ട്രാറിൻ്റെ കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ 3-4 ചോദ്യങ്ങൾ പഠിച്ചു, എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ സെക്ഷനുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് CCU സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ അല്ലേ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഏതെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്, എൻ്റെ സ്റ്റേറ്റ് ആണോ, ഡിസ്ട്രിക്റ്റ് ആണോ, ഒന്നിൽ കൂടുതൽ താലൂക്ക് ഉണ്ടോ? എളുപ്പമല്ലേ, നമുക്കറിയാമെന്നുള്ള ചോദ്യമല്ലേ. 1 താലൂക്കാണ് അല്ലേ. സെക്ഷൻ 88 സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ട്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്, അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ആണ് അല്ലേ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്, അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ആണ് കേട്ടോ, അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ആണ്. Which of the following had set up the core banking infrastructure of rural banks? Core banking infrastructure. നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള സിമ്പിൾ ഇതെന്താണ്, റൂറൽ ബാങ്ക്സ്
അല്ലേ? റൂറൽ ബാങ്കുകൾ എന്ന് പറയുമ്പോഴേ നമുക്ക് നേരെ ആൻസറിലോട്ട് കിടക്കാൻ സാധിക്കും അല്ലേ? IBA, RBI, നബാർഡ്, സിഡ്ബി. സോ നമുക്ക് റൂറൽ ബാങ്ക് എന്ന് പറയുമ്പം ഈ രണ്ട് ആൾക്കാരെ എന്തായാലും നമുക്ക് വരാൻ ചാൻസ് ഉള്ളൂ അല്ലേ? അപ്പം 1982 മുന്നേ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകളെല്ലാം ആരുടെ കീഴിലായിരുന്നു? RBIയുടെ കീഴിലായിരുന്നു അല്ലേ? പക്ഷേ 1982 എന്ത് സംഭവിച്ചു? നബാർഡ് ഫോം ചെയ്തു അല്ലേ? നബാർഡ് ഫോം ചെയ്തതിന് ശേഷം റൂറൽ ബാങ്ക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മെയിനായിട്ട് മുന്നിട്ട് ചെയ്യുന്ന ആര് തന്നെയാണ്? നബാർഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് എത്തിയില്ലേ? ദ കോ ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് റൂറൽ ബാങ്ക്സ് സെറ്റപ്പ് ബൈ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, നബാർഡ് കേട്ടോ, നബാർഡാണ്. അടുത്ത് നോക്കാം. ലെഗസി ഈസ് എ ഡാഷ് റിസീപ്റ്റ്. ലെഗസി എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് റിസീപ്റ്റാണ്? നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ അല്ലേ? ഒന്നുകിൽ ഇത് ക്യാപിറ്റൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് റവന്യൂ റിസീപ്റ്റ് ആയിരിക്കും അല്ലേ? എപ്പോഴും നമ്മുടെ ഉള്ളിലെ കൺഫ്യൂഷൻ എന്താണ്? വെദർ ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഓർ റവന്യൂ. അപ്പോൾ ഇതിലേത് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് ഇന്നൊന്ന് ക്ലിയർ ചെയ്താലോ? ഒരു ഹിൻറ്റിലൂടെ നിങ്ങൾക്കിത് മനസ്സിലാക്കാം. അതായത് നമുക്കിപ്പോൾ ഒരു റെക്കറിങ് നേച്ചറായിട്ടുള്ള ഒരു റിസീപ്റ്റാണ്. അതിങ്ങനെ ഇപ്പോൾ ഒരു 2 മന്ത് നമുക്ക് വന്നു, ദെൻ ഒരു ആഫ്റ്റർ ഒരു 2-3 മന്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അങ്ങനെ ഒരു റിസീപ്റ്റ് വരും. കണ്ടിന്യൂസ് ആയിട്ട് റെക്കറിങ് ആയിട്ട് എന്ത് ചെയ്യും? വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിസീപ്റ്റ് ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള റിസീപ്റ്റുകളെ നമുക്ക് എന്ത് വിളിക്കാം? റെക്കറിങ് റിസീപ്റ്റുകളെ നമുക്ക് എന്ത് വിളിക്കാം? റവന്യൂ റിസീപ്റ്റ് എന്ന് പറയാം. ഓക്കെ, റെക്കറിങ് വീണ്ടും ആവർത്തിച്ച് വരുന്ന വരുമാനങ്ങൾ അല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പം നമുക്ക് എന്താണ്? അതിന് നമുക്ക് റവന്യൂ റിസീപ്റ്റ് എന്ന് വിളിക്കാം. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നമ്മൾ 1 ടൈം മാത്രം ഇടുവാണ്. അത്തരത്തിലുള്ള റിസീപ്റ്റുകൾ എന്തായിരിക്കും? അത് ക്യാപിറ്റൽ റിസീപ്റ്റുകളാണ്. അതിങ്ങനെ വരുമോ? 1 ഇയർ ഒരു 2 മന്ത് കഴിയുമ്പോൾ വന്നു, വീണ്ടും ഒരു 2-3 മന്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ മന്ത്ലി നമുക്കതൊരു റിസീപ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണോ? ഇല്ല. അത്തരത്തിലുള്ള കേസുകളെ നമുക്ക് റവന്യൂവിൽ ചേർക്കുക. 1 ടൈം റിസീപ്റ്റുകൾ ഏതാണ്? ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി നമ്മൾ 1 ടൈം കൊടുക്കുന്ന റിസീപ്റ്റുകൾ ഏതാണ്? അതാണ് ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റവന്യൂ എന്താണ്, ക്യാപിറ്റൽ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ലെഗസി അല്ലേ? ഒരു ഡിസീസ്ഡ് പേഴ്സൺ അവരുടെ വില്ലനുസരിച്ച് ഒരു എമൗണ്ട് എന്ത് ചെയ്യുവാണ്? ഒരു സ്പെസിഫിക് പർപ്പസ് അല്ലേ? സ്പെസിഫിക് പർപ്പസിലൂടെ എന്ത് ചെയ്യുവാണ്? സ്പെസിഫിക് പർപ്പസ് എന്ന രീതിയിൽ എന്ത് ചെയ്യുവാണ്? അവിടെ കൊടുക്കുവാണ് അല്ലേ? ഡെപ്പോസിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലെഗസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലെഗസി ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 2-3 മന്തിൻ്റെ ഇടയിൽ ഒരു റെക്കറിങ് നേച്ചറിൽ കൊടുക്കുന്നതാണോ? അല്ല, 1 ടൈം പേയ്മെൻ്റ് ആണ്. ഒരിക്കൽ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി അത് ഒരിക്കലേ എന്ത് ചെയ്യുന്നുള്ളൂ? കൊടുക്കുന്നുള്ളൂ. സോ അപ്പോൾ നമുക്കിത് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം? റവന്യൂവിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? അയാൾ മന്ത്ലി കൊടുക്കുന്നതാണോ? അല്ലെങ്കിൽ ഒരു 2-3 മന്ത്സ് കൂടുമ്പോൾ കൊടുക്കുന്നതാണോ? അല്ല. റെക്കറിങ് ആണോ? അല്ല, നോൺ റെക്കറിങ് ആണ്. നോൺ റെക്കറിങ് ആണോ? അപ്പോൾ നമുക്ക് എന്ത് ഉൾപ്പെടുത്താം? ക്യാപിറ്റൽ റിസീപ്റ്റ്. അപ്പോൾ ഇത് പല രീതിയിലും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഏത് കാറ്റഗറിയിൽ അത് വരുന്നു എന്നുള്ളതാണ്. ക്യാപിറ്റൽ റിസീപ്റ്റ് ആണോ, റവന്യൂ റിസീപ്റ്റ് ആണോ, ഇതിലേത് കാറ്റഗറിയിൽ അത് വരും? അത് റെക്കറിങ് ആണോ, നോൺ റെക്കറിങ് ആണോ? അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ മനസ്സിലാക്കാനുള്ളത്? തന്നിരിക്കുന്ന പർട്ടിക്കുലർ ഐറ്റം റെക്കറിങ് ആണോ, നോൺ റെക്കറിങ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ അത് മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ എളുപ്പം എന്ത് ചെയ്യാം? ആൻസറിലോട്ട് എത്താൻ സാധിക്കും. സോ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, ക്യാപിറ്റൽ റിസീപ്റ്റ്. The book of original entry of a cooperative society is book of original entry. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഏതാണ്? ജനറൽ ലെഡ്ജർ ആണോ നമ്മൾ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്? ജനറൽ ലെഡ്ജർ ആണോ, സബ്സിഡറി ബുക്കാണോ, ഡേ ബുക്കാണോ, അല്ലെങ്കിൽ സ്പെഷ്യൽ ലെഡ്ജർ ആണോ? ഏതാണ്? ഡേ ബുക്കാണ് അല്ലേ? ഡേ ബുക്കാണ് നമ്മൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. ഏതാണ്? നമ്മൾ ജേണൽ എന്ന് പറയില്ലേ? സെയിം കേസ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്? നമ്മൾ ട്രാൻസാക്ഷൻസ് എല്ലാം, ഡെയിലി ട്രാൻസാക്ഷൻസ് എല്ലാം ആണെന്നുള്ളതെല്ലാം റെക്കോർഡ് ചെയ്ത് പോകുന്നത് എവിടെയാണ്? ഡേ ബുക്കാണ്. ഈ ഡേ ബുക്കിൽ എഴുതുന്ന ഡീറ്റെയിൽസ് നമ്മൾ എന്തിലോട്ട് മാറ്റും? ജനറൽ ലെഡ്ജറിലോട്ട് മാറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, ഡേ ബുക്ക്. The dash ratio indicates the efficiency of the production or trading operation. The dash ratio indicates എന്താണ്? നമ്മുടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാനുള്ളത്.
ഇത് എന്ത് റിലേറ്റ് ചെയ്യുന്ന ഓർത്തിരിക്കുക. എഫിഷ്യൻസി ഓഫ് ദ പ്രൊഡക്ഷൻ ഓർ ട്രേഡിംഗ് ഓപ്പറേഷൻ. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ട്രേഡിംഗ് ഓപ്പറേഷൻസിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ടൈപ്പ് റേഷ്യോ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ആണോ, നെറ്റ് പ്രോഫിറ്റ് ആണോ, എന്ത് ടൈപ്പാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഓപ്പറേഷൻ്റെ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് അക്കൗണ്ട് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്? എന്ത് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ട്രേഡിംഗ് ഓപ്പറേഷൻ്റെ റിസൾട്ട് കിട്ടാൻ നമ്മൾ എന്ത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? യെസ്, ട്രേഡിംഗ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? ട്രേഡിംഗ് അക്കൗണ്ട് അല്ലേ? ട്രേഡിംഗ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കവിടെ കിട്ടുന്ന റിസൾട്ട് എന്താണ്? നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒന്നുകിൽ നമുക്കവിടെ കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഗ്രോസ് ലോസ് ആയിരിക്കും. ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. എന്ത്? ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആൻസറിലോട്ട് നമ്മൾ എത്തിയില്ലേ? ഒരു പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡിംഗ് ഓപ്പറേഷൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കണമെങ്കിൽ നമ്മളവിടെ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. സോ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ബേസിൽ തന്നെ ആയിരിക്കും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും നെറ്റ് സെയിൽസും കൂടെ എന്താണ് ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എന്ത് കണ്ടുപിടിക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ ആൻസർ ഇവിടെ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമ്മുടെ ആൻസർ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ട്രേഡിംഗ് ഓപ്പറേഷൻസ്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ഡിപ്രീസിയേഷൻ മെത്തേഡ് ജനറലി ഫോളോഡ് ഇൻ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്. നമുക്ക് പല ഡിപ്രീസിയേഷൻ മെത്തേഡുകളൊക്കെ ഉണ്ട് അല്ലേ. നമ്മൾ കമ്പനി അക്കൗണ്ട്സുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. റിവാലുവേഷൻ, ആനുവിറ്റി, ഗ്ലോബൽ മെത്തേഡൊക്കെ ഉണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പറ്റി പറയുമ്പോൾ നമുക്കെങ്ങനെ എന്തെങ്കിലും മെത്തേഡുകളുണ്ടോ? ഓർത്തിരിക്കണേ, ഡിപ്രീസിയേഷൻ ഫണ്ടാണ് നമുക്കുള്ളത് കേട്ടോ. നമുക്ക് എന്താണുള്ളത്? നമ്മൾ അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കാണിക്കത്തൊന്നുമില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഡിപ്രീസിയേഷൻ ഫണ്ട് അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പെക്യുലാരിറ്റിയാണ്. ദ ഡിപ്രീസിയേഷൻ മെത്തേഡ് ജനറലി ഫോളോഡ് ഇൻ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് ഡിപ്രീസിയേഷൻ ഫണ്ടാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഇൻകറക്റ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് ഡാഷ് എറർ. ഇൻകറക്റ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ. അപ്പം ഇവിടെ നമുക്ക് എറേഴ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ക്ലറിക്കൽ എറേഴ്സും ഉണ്ട്, പ്രിൻസിപ്പിൾ എറേഴ്സും ഉണ്ട് അല്ലേ. പ്രിൻസിപ്പിൾ ഓഫ് ഒമിഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എറേഴ്സ്. എപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് വരുന്നുണ്ട് അല്ലേ, കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചോദ്യം ഇൻകറക്റ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ആൻസറാണ് നമ്മളിവിടെ കൊടുക്കുക? എന്ത് ടൈപ്പ് എററാണ് കൊടുക്കുക? നമുക്ക് ഈ എറേഴ്സിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞാലോ, ഒന്ന് ഡിസ്കസ് ചെയ്താലോ. അപ്പോൾ ഈ ഇൻകറക്റ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്ത് ടൈപ്പ് എക്സ്പെൻഡിച്ചറാണ് ഇവരുടെ പറയുന്നതെന്ന് മനസ്സിലായോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ പറ്റിയിട്ടാണ് ഈ ഇൻകറക്റ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതെങ്ങനെയാണ്? നമ്മൾ ക്യാപിറ്റൽ റിസീപ്റ്റ്, റവന്യൂ റിസീപ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മളിപ്പോൾ എന്താണ് റെക്കറിങ് ആയിട്ടല്ലാത്ത എന്ന് നമ്മളവിടെ റിസീപ്റ്റ് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു മിഷനറി വാങ്ങിച്ചു, ഒരു ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് മുടക്കി നമ്മളൊരു മിഷനറി വാങ്ങിച്ചു. അതെന്താണ്? ക്യാപിറ്റൽ റിസീപ്റ്റാണ്. നമുക്ക് ഡേ ടു ഡേ ആയിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം നമുക്കുണ്ടാവും. വേജസ് കൊടുക്കുക, തരത്തിലുള്ള മിസലേനിയസ് എക്സ്പെൻസുകളെല്ലാം ഉണ്ടാവും ഡേ ടു ഡേ വർക്കിംഗ് സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെൻസുകളാണ് നമ്മൾ എന്തിൽ പറയുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചറിൽ പറയുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും ഇല്ലേ. അപ്പോൾ നമുക്കിവിടെ ഡേ ടു ഡേ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് എല്ലാം എന്തിലായിരിക്കും?
റവന്യൂ എക്സ്പെൻഡിച്ചറിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ് ചെയ്യുമ്പോൾ ചില കേസുകൾ നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്യുകയോ, ഇനി റവന്യൂ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്താലോ അവിടെ എന്ത് സംഭവിക്കും, പ്രിൻസിപ്പിൾ എറർ സംഭവിക്കും. കാരണം നമ്മൾ പ്രിൻസിപ്പിൾ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നിങ്ങൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം, റവന്യൂ എക്സ്പെൻഡിച്ചറിന് നിങ്ങൾ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതർവൈസ് അവിടെ പ്രിൻസിപ്പിൾ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുവാണ്. എപ്പോഴാണ് പ്രിൻസിപ്പിൾ എറർ വരുന്നത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, പ്രിൻസിപ്പിൾ എറർ വരുന്നത്. ഇനി അതെങ്ങനെയാണ് മാറി പോകുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന റീസൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ അതിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു മിഷനറി വാങ്ങിയെന്ന് കരുതുക. ആ മിഷനറി വാങ്ങിയാൽ മാത്രം പോരല്ലോ, അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വരും, ഇൻസ്റ്റലേഷൻ ചാർജസ് ഒക്കെ വരാം അല്ലേ. മിഷനറി വാങ്ങിച്ചു അതിൻ്റെ റിപ്പയറിങ് കാര്യങ്ങൾ വരുമ്പോൾ ഇൻസ്റ്റലേഷൻ ചാർജസ് അവിടെ വരും. അപ്പോൾ നോർമലി വരുന്ന റിപ്പയറിങ് ചാർജസ് ഒക്കെ നമ്മൾ എന്തിലോട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? കാരണം അത് റെക്കറിങ് ആയിട്ടുള്ളതാണ് അല്ലേ, ഡെയിലി വരുന്നത്. അപ്പം നമ്മളത് റവന്യൂയിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു പർട്ടിക്കുലർ അസറ്റ് വാങ്ങി അതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റലേഷൻ ചാർജോ അത് ക്യാരി ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന എക്സ്പെൻസുകളോ എന്ത് ചെയ്യണം, ആ ഒരു പർട്ടിക്കുലർ മിഷനറിയുടെ എക്സ്പെൻസിനോടൊപ്പം ആഡ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. ഓക്കെ, അതായത് നമ്മളൊരു മിഷനറി മേടിച്ചു, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്തു, ഒരു 10,000 റുപ്പീസ് ആയെന്ന് കരുതുക. ടോട്ടലി അതിനൊരു 2 lakh ആണെങ്കിൽ ഒരു 2,10,000 ആണ് ശരിക്കും ആ മിഷനറി വാങ്ങിയതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ മിഷനറി അതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റലേഷൻ ചാർജ് ആ ഒരു മിഷനറിയിൽ എക്സ്പെൻസിൽ വേണം എന്ത് ചെയ്യാൻ, ഡെബിറ്റ് ചെയ്യാൻ. അല്ലാതെ റവന്യൂ എക്സ്പെൻസായിട്ട് എന്ത് ചെയ്യരുത്, അതിന് ഇൻസ്റ്റലേഷൻ ചാർജ് പ്രത്യേകിച്ച് അതൊരു റവന്യൂ എക്സ്പെൻസായിട്ട് എന്ത് ചെയ്യരുത്, എഴുതരുത് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും, ചില കേസിൽ എന്ത് ചെയ്യും, മാറിപ്പോകും. ഈ ഇൻസ്റ്റലേഷൻ ചാർജസിന് എന്ത് ചെയ്യും, ആ പർട്ടിക്കുലർ കൺസേൺഡ് അസറ്റിനോടൊപ്പം കൂട്ടാതെ അതിനൊരു റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് എടുത്ത് ട്രീറ്റ് ചെയ്തു. അവിടെ എന്ത് തെറ്റി, എറർ സംഭവിച്ചു. പ്രിൻസിപ്പിൾ എറർ അവിടെ ഒക്യുറായി, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അവിടെ വയലേറ്റ് ചെയ്തു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഇൻകറക്റ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കേസിലാണ് എന്ത് വരുന്നത്, പ്രിൻസിപ്പിൾ എറർ വരുന്നത്. ഓക്കെ അല്ലേ?